ദേവപൈതൃകത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു പേരിടൽ ചടങ്ങിന് പോവാണ്. ചാലക്കുടി രാജീവ് ഗാന്ധി മിനി ഹാളിലാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എല്ലാം അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് നല്ല ഭംഗിയുണ്ടല്ലേ, വെരി സിമ്പിൾ. തണ്ണിമത്തനും പൈനാപ്പിളും ആയിരുന്നു വെൽക്കം ഡ്രിങ്ക്. എരിപൊരിവയിൽ ഉഷ്ണം, ദാഹം, പൈനാപ്പിൾ ജ്യൂസ്. നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞു മെമ്പർ എത്തിച്ചേർന്നു. ആളുടെ പേരിടൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നല്ല വെളിച്ചവും ബഹളവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അന്താളിച്ച് നോക്കാണ് കേട്ടോ ആള്. വാവയുടെ 2 അമ്മമ്മമാരാണ് പറന്നിറക്കുന്നത്. നമ്മുടെ പേരിടൽ ചടങ്ങ് അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരോടും സമ്മതം ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അച്ഛൻ പേര് വിളിച്ചതിന് ശേഷം അച്ഛനും അമ്മമ്മയും എല്ലാവരും പേര് വിളിക്കും. പേരിടൽ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. നല്ല കരച്ചിൽ തുടങ്ങി. പേര് വിളിച്ചത് ചെവിയിലായതുകൊണ്ട് ഞങ്ങളാരും കേട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ നിമിഷം വരാൻ പോകുകയാണ്. ഉണ്ണിയുടെ അച്ഛനമ്മയും കൂടി പേര് അനാവരണം ചെയ്തു. ഇപ്പോൾ കാണാം. അതെ, ജാനകി ശ്രീരാജ്. ജാനകി മോൾക്ക് പൊന്നണിയിക്കുന്ന ചടങ്ങാണിത്. അതിനിടയിൽ ആൾ നല്ല ഉറക്കായി. ഒരു സെൽഫി പോരട്ടെ. വീഡിയോ പിടുത്തം, ഫോട്ടോ പിടുത്തം, സൊറ പറയൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പതുക്കെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം. അതെ, നമ്മുടെ യഥാർത്ഥ അങ്കത്തട്ടിലേക്ക് ഇറങ്ങേണ്ട സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുന്നു. വിസിലടിക്കാൻ തുടങ്ങി. വയറ് വെജിറ്റബിൾസ് പണ്ട് അലർജി ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കാൻ പോയില്ല. ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി, ചില്ലി ചിക്കൻ, ബീഫ് കറി, സെർലാസ്, അച്ചാർ, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് സ്ഥലം നോക്കി നട്ടുതിരിഞ്ഞപ്പോൾ മാഷ് എനിക്ക് വേണ്ടി സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാഷ്, താങ്ക് യു. ഒന്നും നോക്കില്ല, പരിസരം നോക്കില്ല, വേഗം അവിടെ ഇരുന്ന് നല്ല വീക്കി. തീർന്നിട്ടില്ല, അടുത്തൊരു ഘട്ടം ഇനി വരാനുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ ഒരു തലക്കിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ഘട്ടം ഐസ്ക്രീമാണ്. ഐസ്ക്രീമും വാനില പുഡിങ്ങും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുഞ്ഞു കുട്ടി കൂടി വലിയവരെ ഒന്നും നോക്കണ്ട, എല്ലാവരും നല്ല ചൂടല്ലേ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഒളിച്ചു നിന്ന് കഴിക്കുന്നു, വിടില്ല ഞാൻ. നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കാണ്. തളരരുത് രാമകുട്ടി, മുന്നോട്ട് തന്നെ. കുട്ടിപ്പട്ടാളങ്ങൾ ഐസ്ക്രീമിന് പുറകിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോട് വിട പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി, ബീഫ്, അയ്യോ വയ്യാണ്ടായി, ചത്ത്. ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചൂടും വേവും കാരണം സൈഡാവണം. വീട്ടിൽ ചെന്നിട്ട് വേണം സൈഡാവാൻ. കുതിച്ച് പായുന്നതേ കാറല്ലാട്ടാ, എൻ്റെ മനസ്സാ. എവിടെ പോയാലും വീടെത്തിച്ചേരുമ്പോൾ ഉള്ളൊരു സുഖം. തൂവാനത്തുമ്പികളിലെ മോഹൻലാൽ പറയുന്ന പോലെ നമുക്കൊരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിയാലോ. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് സോഡ ഒഴിച്ച് ഉപ്പിട്ട് ഒരു ഗ്ലാസ് നന്നായി അങ്ങോട്ട് കഴിച്ചു. എന്തൊരു ആശ്വാസം, എന്തൊരു മനസ്സമാധാനം. ഇനി സൈഡാവാം. അപ്പോൾ ശരി, എന്നാൽ വീണ്ടും കാണാം. ഓക്കെ.